അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബിൽ ഇതുവരെ ആരും അപ്ലോഡ് ചെയ്തിട്ടില്ലാത്ത ഒരു റെസിപ്പി ആയിട്ടാണ്. പനീർ പിസ്താഷ്യോ ഗ്രേവി. പാർട്ടികൾക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടി 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 കപ്പ് പിസ്ത ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് നേരെ കുതിർത്ത് വെച്ച് ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞതാണ്, 1/2 കപ്പ് മല്ലിയില ചോപ്പ് ചെയ്തത്, 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്, 1/2 കപ്പ് ഫ്രഷ് ക്രീം, ഇത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കസൂരി മേത്തി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഇത് 2 സവാള ക്യൂബ്സായി കട്ട് ചെയ്തത്, പാകത്തിനുള്ള ഉപ്പ്. ആദ്യം നമുക്ക് സവാള 1 കപ്പ് വെള്ളം ഒഴിച്ച് 2-3 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ശേഷം ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് ചെറുതായി ഒന്ന് ചൂടാറിയാൽ പേസ്റ്റ് പോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതൊന്ന് ചൂടാറുമ്പോഴത്തേനും നമുക്ക് പിസ്തയും മല്ലിയിലയും പച്ചമുളകും അല്പം വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായാൽ അതിലേക്ക് സവാള പേസ്റ്റ് ആക്കിയത് ആഡ് ചെയ്ത് 7-8 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഡ്രൈ ആയി ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണിത്. ചപ്പാത്തിൻ്റെയും നാണിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ വഴറ്റിയെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യണേ, എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് പിസ്ത, ചില്ലി, മല്ലിയില പേസ്റ്റ് ചേർത്ത് 2 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണിത്. ഒരിക്കലെങ്കിലും ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് 2-3 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പനീർ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് തൈരും കൂടി ചേർത്ത് 1 മിനിറ്റോളം നല്ലപോലെ ഇളക്കിയെടുക്കണം. തൈര് നല്ലപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീമും ഗരം മസാലയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ പിസ്താഷ്യോ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഷുവറായിട്ടും ഈ ഗ്രേവി ഇഷ്ടമാവും. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള റിച്ച് ആൻഡ് ക്രീമി ഗ്രേവിയാണിത്. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക് യു.